നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊരു പുതിയ വീട്ടിലേക്കോ അല്ലെങ്കിൽ ഒരു പുതിയ ഓഫീസിലേക്കോ മാറുമ്പോൾ ആ സ്ഥലം ശരിക്കും നമ്മുടേതാണെന്ന് തോന്നാൻ കുറച്ചൊരു സമയമെടുക്കില്ലേ? എന്തോ ഒരു അന്യതാബോധം. ആ ഒരു പഴയ ഫീലൊക്കെ മാറ്റി അതിനെ പൂർണ്ണമായും നമ്മുടേതാക്കി മാറ്റാൻ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കാറുണ്ടല്ലേ? വെറുതെ പൊടിയും അഴുക്കും തുടച്ചു മാറ്റുന്ന ഒരു ക്ലീനിങ് അല്ല ഇത്. അതിനൊക്കെ അപ്പുറം ഒരു ആത്മീയമായ ഡീപ് ക്ലീനിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കാരണം ഓരോ സ്ഥലത്തിനും അതിൻ്റെതായ ഒരു ഓർമ്മയുണ്ടാവാം. മുൻപ് അവിടെ ഉണ്ടായിരുന്നവരുടെ ഒരു എനർജി തങ്ങി നിൽക്കുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയ്ക്ക് പണ്ട് മുതലേ ഉള്ളൊരു പരിഹാരമാണ് ഈ വാസ്തുശാന്തി ഹോമം. അപ്പോൾ എന്താണ് ഈ വാസ്തുശാന്തി ഹോമം? വളരെ ലളിതമായി പറഞ്ഞാൽ ഇതൊരു പുണ്യ അഗ്നി ചടങ്ങാണ്. ഒരു സ്ഥലത്തെ നെഗറ്റീവ് എനർജികളിൽ നിന്നെല്ലാം മോചിപ്പിച്ച് അവിടെ ഒരു ശാന്തതയും പോസിറ്റിവിറ്റിയും കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ശുദ്ധീകരണ പ്രക്രിയ. അത്രയേ ഉള്ളൂ. ഈ ചടങ്ങിന് അതിൻ്റെതായ ചില ചിട്ടകളൊക്കെ ഉണ്ട്. ഇത് എവിടെ വെച്ചാണ് നടത്തുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാധാരണയായി ആ സ്ഥലത്തിന്റെ ഏകദേശം നടുവിലായിട്ടോ അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്തോ ആയിട്ടാണ് ഹോമകുണ്ഡം ഒരുക്കുന്നത്. കാരണം ആ ഭാഗങ്ങൾക്കാണ് കൂടുതൽ പോസിറ്റീവ് എനർജി ആകർഷിക്കാൻ കഴിയുക എന്നൊരു വിശ്വാസമുണ്ട്. ഇതെങ്ങനെയാണ് നടക്കുന്നത് എന്നല്ലേ? പ്രധാനമായും 3 കാര്യങ്ങളാണ് ഇതിലുള്ളത്. ആദ്യം തന്നെ പുണ്യമായ അഗ്നി ജ്വലിപ്പിക്കുന്നു. പിന്നെ ആ അഗ്നിയിലേക്ക് ചില പ്രത്യേക സാധനങ്ങൾ സമർപ്പിക്കുന്നു. ഇതിനെയാണ് ഹവിസ് എന്ന് പറയുന്നത്. ഈ സമയത്തെല്ലാം തന്നെ ശക്തിയേറിയ വേദമന്ത്രങ്ങൾ തുടർച്ചയായി ചൊല്ലിക്കൊണ്ടേയിരിക്കും. ഈ 3 കാര്യങ്ങളും ഒരുമിച്ച് ചേരുമ്പോഴാണ് ആ ഒരു ശുദ്ധീകരണം നടക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ അഗ്നിയിലേക്ക് സമർപ്പിക്കുന്നത്? വെറുതെ എന്തെങ്കിലും എടുത്ത് ഇടുകയല്ല. അതിന് പ്രത്യേക അർത്ഥങ്ങളുണ്ട്. ശുദ്ധമായ നെയ്യ്, പിന്നെ പലതരം ഔഷധ സസ്യങ്ങൾ, ചില പുണ്യവൃക്ഷങ്ങളുടെ ഉണങ്ങിയ ചില്ലകൾ, ഇതൊക്കെയാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഇതിലെ ഓരോന്നിനും പ്രകൃതിയുടെ തന്നെ ഒരു ശുദ്ധീകരണ ശക്തി ഉണ്ടെന്നാണ് വിശ്വാസം. ഈ ഹോമത്തിന്റെ എല്ലാ ഹൃദയമെന്ന് പറയുന്നത് അഗ്നിയാണ്. വെറുമൊരു തീയല്ല, മറിച്ച് അഗ്നിദേവനായിട്ടാണ് ഇതിനെ കാണുന്നത്. എല്ലാ നെഗറ്റീവ് എനർജികളെയും ദഹിപ്പിച്ചു കളഞ്ഞ് ആ സ്ഥലത്തേക്ക് നല്ല ഊർജ്ജത്തെ ക്ഷണിച്ചു വരുത്താനുള്ള ഒരു ദിവ്യശക്തിയായിട്ടാണ് അഗ്നി ഇവിടെ കണക്കാക്കുന്നത്. അപ്പോൾ ഈ ചടങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആ സ്ഥലത്തുള്ള എല്ലാ തരം നെഗറ്റീവ് എനർജികളെയും അവിടുത്തെ മോശം വൈബ്രേഷനുകളെയും പൂർണ്ണമായി ഇല്ലാതാക്കി അതിനെ ശുദ്ധീകരിക്കുക. അതാണ് ലക്ഷ്യം. അതായത് ഈ ചടങ്ങിന് മുൻപ് നെഗറ്റീവ് എനർജിയോ ഒരുതരം ഭാരമോ അനുഭവപ്പെട്ടിരുന്ന ഒരിടം ഹോമം കഴിയുന്നതോടെ ആത്മീയമായി ശുദ്ധമായ തികച്ചും പോസിറ്റീവായ ഒരു അന്തരീക്ഷമായി മാറുന്നു. ഇതൊരു കംപ്ലീറ്റ് എനർജി റീസെറ്റ് പോലെയാണ്. പഴയതിനെല്ലാം ഒഴിവാക്കി പുതിയൊരു തുടക്കത്തിന് ആ സ്ഥലത്തെ ഒരുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വാസ്തുശാന്തി ഹോമം എന്നൊരു പുരാതനമായ രീതിയെക്കുറിച്ച് നമ്മളിപ്പോൾ മനസ്സിലാക്കി. ഇത് കേൾക്കുമ്പോൾ ഒരു ചോദ്യം സ്വാഭാവികമായും മനസ്സിൽ വരും, അല്ലേ? ഈ അഗ്നിക്കും മന്ത്രങ്ങൾക്കുമൊക്കെ അപ്പുറം ഒരു സ്ഥലത്തിന് പോസിറ്റീവ് എനർജി നൽകുന്നത് എന്തൊക്കെയാണ്? നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് എന്താണ് തോന്നുന്നത്? ചിലപ്പോൾ അവ മുറിയിലേക്ക് വരുന്ന നല്ല സൂര്യവെളിച്ചമായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് ചെടികൾ വെക്കുന്നതായിരിക്കാം, അതുമല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ സാന്നിധ്യമായിരിക്കാം. എന്താണ് നിങ്ങളുടെ ഇടത്തിന് പോസിറ്റീവ് വൈബ് നൽകുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ അടുത്ത തവണ പുതിയൊരു വിഷയവുമായി കാണാം. നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.